ഹലോ വെൽക്കം ടു ഓൾ ക്യുക്ക് റിവിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പോർഷൻസ് ആണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എക്സാം ബേസ്ഡ് ആണ് നമ്മൾ ഇതിൽ ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട്, എസ്പെഷ്യലി BBA സിലബസ് അനുസരിച്ചിട്ടാണ് മൊഡ്യൂൾ വൈസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മാർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആൻസേഴ്സ് കൂടുതൽ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്യണം. നമ്മൾ ഏറ്റവും ബ്രീഫായിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് മൊഡ്യൂൾ 1നെ ബേസ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, first important question, define financial management. So, എന്താ നമുക്ക് definition എന്ന് നോക്കാം. According to Weston and Brigham, financial management is an area of financial decision making, harmonizing individual motives and enterprise goals. So, the main function of financial management is to harmonizing individual motives with the enterprise goals. സോ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ തന്നെ മെൻഷൻ ചെയ്യണം നമ്മുടെ എക്സാമിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആരാണെങ്കിൽ അവരുടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓതറുടെ പേര് വെച്ചിട്ട് വേണം നമ്മൾ ഡെഫിനേഷൻ എഴുതാനായിട്ട്. ഇപ്പോൾ നമ്മളിവിടെ വെസ്റ്റേൺ ബ്രിഗത്തിൻ്റെയാണ്. നിങ്ങൾ ഏതാണോ ഡെഫിനേഷൻ പഠിച്ചിട്ടുള്ളത് എന്തായാലും നമ്മളൊരു ഡെഫിനേഷൻ പഠിച്ചിരിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് definition of financial management. Then second one, what are the functions of finance? There are mainly 4 types of functions. First one, investment function, financing function, dividend function and liquidity function. ഈ 4 functions ആണ് ഫിനാൻസ് പെർഫോം ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഫിനാൻസ് ഫംഗ്ഷൻ ആണ്. വാട്ട് ഈസ് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് കൂടി നമുക്ക് 2 മാർക്സിന് വരാറുണ്ട്. സോ ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ഡിറ്റർമിനിങ് ദ പ്രപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെറ്റ് in the capital structure of an organization. Okay, so investment functionൽ നമ്മൾ ഏതൊക്കെ അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യും. Then after that we have to decide determining the proportion of equity and debt in the capital structure of an organization. Then next first module വരുന്ന വേറെ ഒരു important question ആണ്, what are the functions of finance manager? Mainly he has to perform 5 important functions. They are: first one, financial forecasting and planning, of funds, investment of funds, helping in valuation decision and maintaining proper liquidity. These are the important functions performed by finance manager. The next question, what are the objectives of financial management? essay question ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഓരോ പോയിന്റ്സിൻ്റെയും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്തൊക്കെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷന് എന്താണ് ഓപ്പോസിറ്റ് ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ്, ദെൻ ഫേവർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ദെൻ അതുപോലെ തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ, അത് രണ്ടും നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് 2 ഒബ്ജക്റ്റീവ്സ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനുള്ളത്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. നെക്സ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ വരുന്ന വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വാട്ട് ആർ ദ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഓരോ ബുക്കിലും നമ്മൾ ആ ഫംഗ്ഷൻസിനെ ചില ബുക്സിൽ ട്രഡീഷണൽ അപ്രോച്ച്, മോഡേൺ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 പോയിന്റ്സ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, എസ്റ്റിമേറ്റിംഗ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. Then based on that financial requirement, we decide the capital structure. Capital structure is the composition of debt and equity. Then third one, selecting a source of finance. എവിടെ നിന്നാണ് നമുക്ക് ഇതിന് വേണ്ട ഫണ്ട് റേസ് ചെയ്യേണ്ടതെന്നുള്ളത് അതിൻ്റെ സോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ടിങ് എ പാറ്റേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോപ്പർ ക്യാഷ് മാനേജ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് പ്രോപ്പർ യൂസ് ഓഫ് സർപ്ലസ്. എക്സ്ട്രാ വരുന്ന എമൗണ്ട് ആണ് നമുക്ക് ബാക്കി എല്ലാ എക്സ്പെൻസും മാറ്റി നമുക്ക് ബാക്കി വരുന്ന ഫണ്ടാണ് സർപ്ലസ്. സർപ്ലസ് വേണമെങ്കിൽ നമുക്ക് റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ വരുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലാണ്. So these are the important objectives or scope of financial management. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ സെക്കൻഡിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫൈൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് നമുക്ക് ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ചാൾസ് ടി ഹോൺഗ്രൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് ദ ലോങ് ടേം പ്ലാനിംഗ് ഫോർ making and financing proposed capital outlay. So in simple words we can say that capital budgeting is long term investment decisions. Then what are the importance? Huge investment is to be required in investing in long-term assets. So first importance of capital budgeting is huge investment and long-term implications, irreversible decision, risk, growth,
impact on firm's competitive strength, most difficult decision, cost control, wealth maximization, economic and social consequence because of large size. നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് എസ് എ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഓർ പ്രോസസ് ഇൻവോൾവ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്? There first one, project generation, project screening, project evaluation, project selection, project execution and implementation, and performance review. These are the important steps involved in capital budgeting process. The next important problem, what are the important methods or techniques or investment appraisal methods of capital budgeting? So we can classify these investment proposals into two types. That is, first one, non-discounting technique or traditional method, and second one, discounting method. So first, എന്തൊക്കെയാണ് നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് നമുക്ക് നോക്കാം. 3 മെത്തേഡ്സ് ആണുള്ളത്. അർജൻസി മെത്തേഡ്, പേബാക്ക് പീരീഡ് മെത്തേഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. അതിൽ പേബാക്ക് പീരീഡ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട് 2 മാർക്സിന്. സോ പേബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ടൈം ഓർ പീരീഡ് റിക്വയർഡ് ടു റിക്കവർ ദ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ്. നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ എത്ര ടൈം എടുത്തിട്ടാണ് അത് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റുന്നത്, ആ ടൈം പീരീഡിനെയാണ് നമ്മൾ പേബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. Then second one, discounting technique or modern techniques ഏതൊക്കെയാണെന്ന് നോക്കാം. Discounted payback method, net present value method, benefit cost ratio, internal rate of return or IRR method, and last one, net terminal value method. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെത്തേഡ്സിൽ പ്രോബ്ലംസ് ചോദിക്കാറുള്ള വീഡിയോസ് നമ്മൾ മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണണം. പ്രോബ്ലംസ് ഇതിൽ നിന്ന് വരാറുണ്ട്. നമുക്ക് തിയറി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയുമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് മൊഡ്യൂൾ 3 വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ് മൊഡ്യൂൾ 3 വരുന്നത്. സോ ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. So simply we can say that working capital is a capital which is required for day-to-day operations of organization. Then concept, there are mainly 2 concepts, gross concept and net concept. First one, gross concept, that is total investment in current asset or total amount of investment in current asset is gross concept. Then net concept, it is the difference between total current asset and total current liability. Then 2 components of working capital is current asset and current liability. Then types of working capital mainly classified into 2. First one, permanent working capital, and second one, variable working capital. Then permanent working capital again classified into 3 types: initial working capital, regular working capital, reserve working capital. Then second one, variable working capital. Vary ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട്. ദെൻ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സീസണൽ ആൻഡ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ എക്സ്പ്ലെയിൻ ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ്. Operating cycle concept, it means the average time elapses between the purchase of raw materials and the final cash realization. The working capital is required because of the time gap between the sale and their actual realization in cash. This time gap is technically termed as operating cycle of business. That is, നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന വരെ എടുക്കുന്ന ടൈം ഗ്യാപ്പാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ റോ മെറ്റീരിയൽ മേടിച്ചു, ദെൻ അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, വർക്ക് ഇൻ പ്രോഗ്രസ് ചെയ്യുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, ദെൻ അത് സെയിൽ ചെയ്ത് ക്യാഷ് റിയലൈസ് ചെയ്യുന്ന വരെ എത്ര ടൈം എടുക്കുന്നുണ്ട്, ആ ടൈം ഗ്യാപ്പാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 3 തന്നെ വരുന്ന വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ക്യാഷ് മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാറുണ്ട്. വാട്ട് ആർ ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്? ദർ ആർ മെയിൻലി 4 മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്. ഫസ്റ്റ് വൺ, ട്രാൻസാക്ഷൻ മോട്ടീവ്, ഡേ ടു ഡേ ഓപ്പറേഷൻസ് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് വേണ്ടി വരുന്ന ക്യാഷ്. പ്രിക്വേഷണറി മോട്ടീവ്, അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് പ്രിക്വേഷൻ ആയിട്ട് മാറ്റി വെക്കണം. എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലോസ് ഫ്യൂച്ചറിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത് സ്പെക്കുലേറ്റീവ് മോട്ടീവ് ആൻഡ് കോമ്പൻസേറ്റീവ് മോട്ടീവ്. സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് നടത്താനായിട്ട് മാറ്റിവെക്കുന്നതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ദീസ് ആർ ദ മെയിൻ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്. ദെൻ വാട്ട് ആർ ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ഇൻവെൻട്രി? 2 മാർക്സിന് ഇത് റിപ്പീറ്റ് ചെയ്ത് മാറി മാറി വരാറുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഹോൾഡിംഗ് ഇൻവെൻട്രി, ഇൻവെൻട്രി മീൻസ് സ്റ്റോക്കാണ്. ദർ ആർ മെയിൻലി 3 മോട്ടീവ്സ്: ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രൊഡക്ഷൻ മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്.
ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെൻട്രി ഹോൾഡ് ചെയ്യുന്നത്. നമുക്ക് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട്. നെക്സ്റ്റ് മൊഡ്യൂൾ 3 തന്നെ വരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 4 മാർക്സിന് നമുക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഡയമെൻഷൻസ് ഓഫ് റിസീവബിൾസ് മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ, ഫോർമുലേറ്റിംഗ് ക്രെഡിറ്റ് പോളിസി. ക്രെഡിറ്റ് പോളിസിയിൽ വരുന്നത് എന്തൊക്കെയാണ്? നമ്മളൊരു ഫേമിൻ്റെ റിസീവബിൾസ് മാനേജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ നമുക്ക് പൈസ തരാനുള്ള ഡെറ്റേഴ്സിനെയാണ് നമ്മൾ റിസീവബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ റിസീവബിൾസ് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഇഫക്റ്റീവായിട്ടുള്ള ക്യാഷ് മാനേജ്മെന്റ് ബിസിനസ്സിന് എൻഷുർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോർമുലേറ്റിംഗ് ക്രെഡിറ്റ് പോളിസീസ്. കൂടുതൽ ലിബറൽ ആവാനും പാടില്ല, അതേസമയം കൂടുതൽ സ്ട്രിക്റ്റ് ആവാനും പാടില്ല. അപ്പോൾ അത് നമ്മുടെ സെയിൽസിനെ എഫക്റ്റ് ചെയ്യും. സോ അതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ, ക്വാളിറ്റി ഓഫ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്. എത്ര ലിമിറ്റ് വരെ നമുക്ക് ക്രെഡിറ്റ് അലോ ചെയ്യാനായിട്ട് പറ്റും ഡെറ്റേഴ്സിന്. ദെൻ ലെങ്ത് ഓഫ് ക്രെഡിറ്റ് പീരീഡ്. ലെങ്ത് ഓഫ് ക്രെഡിറ്റ് പീരീഡ് മീൻസ് എത്ര നാളത്തേക്ക് നമുക്ക് ക്രെഡിറ്റ് അവർക്ക് അലോ ചെയ്യാം. ദെൻ ക്യാഷ് ഡിസ്കൗണ്ട്, എത്ര ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കാം. ദെൻ ഡിസ്കൗണ്ട് പീരീഡ്. ഇതൊക്കെയാണ് ഫോർമുലേറ്റിംഗ് ക്രെഡിറ്റ് പോളിസിയിൽ വരുന്നത്. ദെൻ എക്സിക്യൂട്ടിംഗ് ക്രെഡിറ്റ് പോളിസി. ക്രെഡിറ്റ് പോളിസി നമ്മൾ പ്ലാൻ ചെയ്ത് ഫോർമുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് അത് എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റണം. നമ്മുടെ കസ്റ്റമർക്ക് അത് തരാനായിട്ട് ഉള്ള കേപ്പബിലിറ്റി ഉണ്ടോ, ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണം. ദെൻ ക്രെഡിറ്റ് അനാലിസിസ്, ക്രെഡിറ്റ് ഡിസിഷൻ ആൻഡ് ഫിനാൻസിങ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസീവബിൾസ് ആൻഡ് ഫാക്ടറിങ് ആൻഡ് ഫോർമുലേറ്റിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് കളക്ഷൻ പോളിസീസ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡയമെൻഷൻസ്. ദെൻ വാട്ട് ഈസ് ഫാക്ടറിങ്? 2 മാർക്കിന് ഇവിടെ നമുക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫാക്ടറിങ്? സോ എ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫാക്ടർ ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓഫേഴ്സ് സർവീസസ് റിലേറ്റിംഗ് ടു മാനേജ്മെന്റ് ആൻഡ് ഫിനാൻസിങ് ഓഫ് ഡെറ്റ് അറൈസിങ് ഔട്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽ. സോ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ആ ഫാക്ടർ ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുന്ന ഫേമും അതുപോലെ തന്നെ നമുക്ക് അവർ തരാനുള്ള കസ്റ്റമറുടെയും മിഡിൽ മാൻ ആയിട്ടാണ് ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ ഇവർ ഗുഡ്സ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് പൈസ തരാൻ ചിലപ്പോൾ ലേറ്റ് ആവും. അപ്പം അങ്ങനെ ലേറ്റ് ആവുന്ന സമയത്ത് നമ്മളെ ഗുഡ്സ് സെൽ ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഫാക്ടർ ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കും. അപ്പം അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ ബില്ല്, അതായത് ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മൾ ബില്ല് കൊടുക്കും. ആ ബില്ല് ഫാക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചിട്ട് അവർക്ക് ആ എമൗണ്ട് ഹാൻഡ് ഓവർ ചെയ്യും സെല്ലിംഗ് ഫേമിന്. ദെൻ മെച്യൂരിറ്റി ഡേറ്റ് ആവുമ്പോൾ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഈ ഫാക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാഷ് കളക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഫാക്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് മൊഡ്യൂൾ 4 വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റിംഗ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇൻ ദ വേർഡ്സ് ഓഫ് Gerstenberg, capital structure refers to the kind of securities that make up capitalizations, the composition of debt and equity. And the factors which affecting the capital structure can be classified into 2 types, internal factors and external factors. What are the internal factors? First one, profitability, liquidity, flexibility, size of business, nature of business, regularity and clarity of income, period and purpose of income, then trading on equity, desire to retain control, asset structure. ഇതിൽ ഇന്റേണൽ ഫാക്ടേഴ്സിൽ നമുക്ക് അതിൻ്റെ പോയിന്റ്സിൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. അത് കാരണം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഇതിൽ നമുക്ക് ചോദിക്കാനുള്ള 2 മാർക്സിൽ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി? സിമ്പിൾ ആണ്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ലിവറേജിന് തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇറ്റ് മീൻസ് ദ യൂസ് ഓഫ് ഡിബഞ്ചേഴ്സ്, loans and preference share capital along with equity is called trading on equity. So നമുക്ക് 2 മാർക്സിൽ ചോദിക്കാറുണ്ട്. ഇത്രയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് വരുന്നത്. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, കണ്ടീഷൻസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്, attitudes of investors, cost of financing, legal requirements, taxation policy and attitude of management. These are the factors which affecting capital structure. Then module 4 തന്നെ വരുന്ന വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് what is leverage and explain its different types. So leverage means the use of certain fixed costs the firm increases manifold or lever up its profitability. It implies the ability of a firm to use fixed costs or funds in order to increase the return to its shareholders. ഷെയർഹോൾഡേഴ്സിന് റിട്ടേൺ കൂട്ടാനായിട്ട് ഒരു ഫേമിൻ്റെ എബിലിറ്റി by using fixed costs or funds. It is simply we called leverage. Then leverages can be classified into 3 types. First one,
financial leverage, operating leverage, and combined leverage. Then first one, financial leverage എന്താ നോക്കാം. The use of borrowed money. നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി പറഞ്ഞു. നമ്മൾ എക്സ്റ്റേണൽ പാർട്ടീസിന് ഫണ്ട് എടുത്തിട്ട് borrowed money യൂസ് ചെയ്തിട്ട് to make more money is called financial leverage. Then financial leverage is defined as the firm's ability to use fixed financial charges to magnify the effect of changes in EBIT on firm's earning per share. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള റിട്ടേൺസ് ഏർണിങ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഫേമിൻ്റെ എബിലിറ്റി, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് കൂടുതൽ റിട്ടേൺ കൊടുക്കാനായിട്ടുള്ള ഫേമിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് ലിവറേജ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഇൻ കോസ്റ്റ് സ്ട്രക്ചർ. It measures the changes in EBIT to changes in sales. The last one, combined leverage. It is the combination of financial leverage and operating leverage. Then next, what is cost of capital and explain its significance. Cost of capital is the rate of return the firm requires from investment in order to increase the value of the firm in marketplace. And the main significance of cost of capital are it's useful in investment decision, it's useful in deciding capital structure, useful in methods of finance, and useful in evaluation of performance of management, and also helps in evaluation of expansion project, and also helps in optimum mobilization of resources. ഇതും ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. There are many 4 theories: net income, net operating, traditional, and Modigliani and Miller approach. Okay. Then next നമുക്ക് 5th മൊഡ്യൂളിലേക്ക് പോവാം. What is dividend and what are the different forms of dividend? Dividend is the distribution to shareholders. It is a part of profit which is to be distributed to shareholders out of the profits or reserves available for this purpose. And dividend can be classified into different types. ഇതിൽ നമുക്ക് ഓരോ ഡിവിഡൻറ്റും ചിലപ്പോൾ 2 മാർക്സിന് ചോദിക്കാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ വാട്ട് ഈസ് സ്റ്റോക്ക് ഡിവിഡൻറ്റ് ആൻഡ് വാട്ട് ഈസ് സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ് അങ്ങനെ നമുക്ക് എക്സാമിന് വരാറുണ്ട്. സോ വാട്ട് ഈസ് ക്യാഷ് ഡിവിഡൻറ്റ്, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ഓരോന്നും നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. സോ ക്യാഷ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റ് can be classified into 2 types: final dividend and interim dividend. Then final dividend means it is to be declared and paid at the end of trading period after the preparation of final accounts. Then interim dividend means it's declared before the declaration of final dividend, that is between 2 annual general meeting. Then second one, stock dividend. Dividend paid in the form of shares. It is called stock dividend. Then bonus shares ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. Then scrip dividend means if no sufficient cash balance, issue transferable promissory notes with a shorter maturity period and cash payment should be postponed and now not allowed to issue scrip dividend nowadays. Next, bond dividend. Dividend paid in the form of debentures or bonds for a longer period with fixed interest rate is called bond dividend. And property dividend means dividend in the form of assets. The next important question in 5th module is that what are the factors which affecting dividend policy? 2 factors: internal factors and external factors. Then internal factors can be again classified into stability and size of earnings, that is liberal and stable policy which is to be followed by the organization. Liquidity of funds. Liquidity means sufficiency or the ability of the firm to convert cash. Sufficiency of cash balance of organization. Then investment opportunities and shareholders preference. Attitude of management towards control. Past dividend rate. Ability to borrow. Need to repay debt. സിമ്പിൾ ആയിട്ട് നമ്മൾ അതിലവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ് സൈക്കിൾ, അതായത് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് കമ്പനി. Factors which beyond the control of company is we called external factors. It includes trade cycle, legal requirements, corporate tax, general state of economy, conditions in capital market, government policy, etc. The next important problem is that the theories of dividend decision. എക്സാമിന് ചോദിക്കാറുണ്ട് നമുക്ക് എന്തൊക്കെയാണ് തിയറീസ് ഉള്ളത്. ചിലപ്പോൾ റെലവൻസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഇറലവൻസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. So first നമുക്ക് ഗോർഡൻ മോഡൽ നോക്കാം. Dividend decision which affect relevance theory means dividend decision which affect the value of the firm.
ഫേമിൻ്റെ വാല്യൂവിന് ഡിവിഡൻഡ് ഡിസിഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റെലവൻസ് തിയറി എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഡിസിഷൻ പോളിസി റെലവൻറ്റ് ആൻഡ് ഫേംസ് പേയിങ് ഹൈ ഡിവിഡൻഡ് greater value and dividend theory positive impact on stock market, and two theories explain concept. Okay, then Jmc Walter Model same ആണ്, dividend policy relevant ആണ്, it impact on market price, investment policy, investment decision, pay dividend or not if no opportunity. These are the main points. അതിൽ വരുന്ന മെയിൻ പോയിന്റ്സ് മാത്രം നമ്മളിവിടെ മെൻഷൻ ചെയ്യും. നെക്സ്റ്റ് വൺ ഗോർഡൻ മോഡൽ ആണ്. ഇതിലും എന്താണ് ഡിവിഡൻഡ് പേയ്മെന്റ് വിൽ എഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് ഇറ്റ് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി. ദെൻ ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെന്റ് ഇസ് നോട്ട് ആസ് ഗോർഡൻ മോഡൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ മോഡ്ഗ്ലാനി ഓർ MM തിയറി, ദാറ്റ് ഈസ് ഇർറെലവൻസ് തിയറി. ഇറ്റ് മീൻസ് ഡിവിഡൻഡ് പോളിസി ഹാസ് നോ ഇഫക്ട് ഓൺ ദ വാല്യൂ ഓഫ് ദ ഫേം. On payment of dividend, market value of share increases and otherwise retention can be decreases. So these are the main theory portions comes in module 5. അപ്പോൾ നമ്മൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് ഫാസ്റ്റായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്യുന്ന കാരണം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ക്വിക്ക് റിവിഷനായിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.